നമസ്കാരം. വിശുദ്ധ ബൈബിളിൽ അപ്പോസ്തല പ്രവർത്തനങ്ങളിൽ കാണുന്ന സാവൂൾ സഭയെ പീഡിപ്പിക്കുകയും സ്തേഫാനോസിൻ്റെ കൊലപാതകത്തിന് നേതൃത്വം വഹിക്കുകയും പിന്നീട് മാനസാന്തരപ്പെട്ട് വിശുദ്ധ പൗലോസായിത്തീരുകയും ചെയ്ത സംഭവമാണ് മോണോആക്ട് രൂപത്തിൽ ഞാനിവിടെ അവതരിപ്പിക്കുന്നത്. സാവൂളിൻ്റെ മാനസാന്തരം. സഹോദരന്മാരെ, പിതാക്കന്മാരെ, കേട്ടുകൊള്ളുവിൻ. നമ്മുടെ പിതാവായ അബ്രഹാം ഹാരാനിൽ താമസിക്കുന്നതിനു മുൻപ് മഹത്വത്തിൻ്റെ ദൈവം അവന് പ്രത്യക്ഷനായി. നിന്റെ ദേശത്തെയും ബന്ധുക്കളെയും വിട്ട് ഞാൻ കാണിച്ചു തരുന്ന നാട്ടിലേക്ക് പോവുക. അബ്രഹാം ദൈവത്തിൽ വിശ്വസിച്ചു, അങ്ങനെ അവൻ രക്ഷ പ്രാപിച്ചു. നിങ്ങൾക്കും രക്ഷ കിട്ടണോ എങ്കിൽ അവനിൽ വിശ്വസിക്കുക. ഹേയ് സ്തേഫാനോസ്, നിർത്തടാ നിന്റെ പ്രസംഗം. ജീവൻ വേണമെങ്കിൽ യഹോവയെ തള്ളിപ്പറഞ്ഞ് രക്ഷപ്പെട്ടോ, അല്ലെങ്കിൽ നിന്നെ. എന്ത്? എൻ്റെ രക്ഷകനെ ഞാൻ തള്ളിപ്പറയാനോ? സാധ്യമല്ല, ഒരിക്കലും സാധ്യമല്ല. ഓ രക്ഷകൻ, രക്ഷകൻ, രക്ഷകൻ! നിന്റെ രക്ഷകൻ ഇറങ്ങി വന്നൊന്ന് രക്ഷിക്കുന്നത് കാണട്ടെ. മരണം ക്രിസ്തുവിന് വേണ്ടിയുള്ളതാണ്. എനിക്കാകട്ടെ പിതാവിൻ്റെ വലതു ഭാഗത്തിരിക്കുന്ന പുത്രൻ തമ്പുരാനെയും കാണാം. ഇനി ഇവൻ ജീവിച്ചുകൂടാ, എറിഞ്ഞു കൊല്ലവനെ. പിതാവേ, എൻ്റെ ആത്മാവിനെ കൈക്കൊള്ളണമേ. ഈ കുറ്റം ഇവരുടെ മേൽ ആരോപിക്കരുതേ. രക്ഷയുടെ പ്രസംഗകന്റെ ശോകമൂകമായ അന്ത്യം. ക്രൂരമായി പോയി. കഷ്ടം. നല്ലൊരു ചെറുപ്പക്കാരൻ്റെ വിധിയേ. മറ്റുള്ളവരുടെ പരിഹാസവും തുപ്പലുമേറ്റ് മരത്തിൽ കിടന്ന് മരിച്ച മരപ്പണിക്കാരന് വേണ്ടി മരിക്കാനും മനുഷ്യരോ? ഇനിയും കുറെ പരീക്ഷകൾ ദമാസ്കസിലുണ്ട്. മരപ്പണിക്കാരൻ്റെ അനുയായികൾ പോലും. വരൂ, നമുക്ക് അവിടേക്ക് പോകാം. എനിക്ക് 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 എൻ്റെ കാഴ്ച നഷ്ടപ്പെട്ടു. എനിക്കെൻ്റെ കാഴ്ച നഷ്ടപ്പെട്ടു. സാവൂൾ, സാവൂൾ, നീ എന്തിനെ പീഡിപ്പിക്കുന്നു? നീ 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 ആരാണ്? എനിക്ക് എനിക്ക് എൻ്റെ കാഴ്ച നഷ്ടപ്പെട്ടു. നീ ആരാണ്? നീ പീഡിപ്പിക്കുന്ന ക്രിസ്തുവാണ് ഞാൻ. ഇല്ല ഇല്ല, നീ ജീവിച്ചിരിപ്പില്ല. ആരോരുമില്ലാത്തവനെ പോലെ കുരിശിൽ കിടന്ന് ചത്തവനല്ലേ നീ. ആ സ്തേഫാനോസിനെ പട്ടിയെ പോലെ കല്ലെറിഞ്ഞു കൊന്നപ്പോൾ നീ എവിടെയായിരുന്നു? സാവൂൾ, നീ എഴുന്നേറ്റ് നഗരത്തിലേക്ക് പോവുക. അവിടെ നിനക്ക് കാഴ്ച തിരിച്ചു നൽകുവാനായി ഞാൻ അനന്യാസിനെ ക്രമീകരിച്ചിട്ടുണ്ട്. ഞാൻ എങ്ങനെ നഗരത്തിലേക്ക് പോകും? ആരെങ്കിലും എന്നെ അനന്യാസിൻ്റെ അടുക്കിലേക്ക് ഒന്ന് കൊണ്ടുപോകുമോ? സഹോദര സാവൂൾ, ഞാൻ കൊണ്ടുപോകാം. ആ, ഇത് സാവൂളല്ലേ? ഞാൻ നിന്നെ കാത്തിരിക്കുകയായിരുന്നു, നിനക്ക് കാഴ്ച തിരിച്ചു നൽകാൻ. എൻ്റെ കണ്ണുകളിൽ നിന്ന് ചെതുമ്പിനെ പോലെന്തോ അടർന്നു വീഴുന്നു. എനിക്ക് 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 എൻ്റെ കാഴ്ച തിരിച്ചു കിട്ടിയിരിക്കുന്നു. എനിക്കെൻ്റെ കാഴ്ച തിരിച്ചു കിട്ടിയിരിക്കുന്നു. സത്യമായും ക്രിസ്തു മരിച്ചിട്ടില്ല. അവൻ ഇപ്പോഴും ജീവിക്കുന്നു. ഞാൻ ഇനി മരിക്കുവോളം അവന് വേണ്ടി ജീവിക്കും. പ്രിയ കൂട്ടുകാരെ, സാവൂളിനെ പൗലോസാക്കി മാറ്റിയ കർത്താവ് തൻ്റെ സ്നേഹത്തിലേക്ക് നമ്മെ ഓരോരുത്തരെയും മാടി വിളിക്കുന്നു. അതിനായി നമുക്ക് കാതോർക്കാം. നന്ദി, നമസ്കാരം.